കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് പറയാറില്ലേ? കണ്ണും കാഴ്ചയും ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ടു പോകാൻ ഏറെ ചിന്തിക്കുന്നവരാണ് നമ്മിൽ പലരും. അതിനിടെയാണ് ഉൾക്കാഴ്ച കൊണ്ട് കടലുവരെ നീന്തിക്കടക്കുന്ന ഒരു കൂട്ടം വനിതകൾ നാടിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ജലയോഗ പോലും നിമിഷ നേരം കൊണ്ട് കീഴടക്കിയവർ. ജലയോഗയ്ക്ക് പുറമെ നീന്തലും സെൽഫ് ഡിഫൻസിലും പ്രാവീണ്യം നേടിക്കഴിഞ്ഞു ഈ മിടുക്കികൾ. പത്ത് ദിവസത്തെ പരിശീലനമാണ് 12 കാഴ്ച പരിമിതിയുള്ള വനിതകളെ ഏത് വെല്ലുവിളികളെയും ഫലപ്രദമായി തരണം ചെയ്യാൻ പ്രാപ്തരാക്കിയത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് യൂത്ത് ഫോറവും ബംഗളൂരുവിലെ ഇക്വിബിയിങ് ഫൗണ്ടേഷനും ചേർന്നാണ് പദ്ധതി ഒരുക്കിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കാഴ്ച പരിമിതിയുള്ള പല പ്രായത്തിലെ വനിതകളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. നിരവധി പേർക്ക് നീന്തലിലും ജലയോഗയിലും സെൽഫ് ഡിഫൻസിലും വിദഗ്ധ പരിശീലനം നൽകിയ കോഴിക്കോട് പയ്യടിമേത്തലെ GKM സ്വിമ്മിംഗ് അക്കാദമിയിലാണ് 12 പേർക്കും പരിശീലനം. നീന്തൽ ക്യാമ്പിന് ഞങ്ങൾ 23rd മുതൽ ഇവിടെ സ്വിമ്മിംഗ് അക്കാദമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വെറുതെ പറയുന്നതല്ല. കാരണം വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വെള്ളമായിട്ടുള്ള ഇടപഴകൽ കുറവാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ പുറത്തൊന്നും പോയി ഇങ്ങനെയുള്ള പൂളുകളൊന്നും ഉപയോഗിക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ KFB യൂത്ത് ഫോറവും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇക്വിബിയും ഫൗണ്ടേഷനും ചേർന്ന് GKMM സ്വിമ്മിംഗ് അക്കാദമിയോട് ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തോടെ ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വന്നിട്ട് ഈ കമ്പിയിൽ പിടിച്ചിട്ട് ട്യൂബ് ഉപയോഗിച്ചിട്ട് കൈയും കാലും എങ്ങനെയൊക്കെയാണ് വെള്ളത്തിൽ പെരുമാറേണ്ടതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ട്യൂബ് ഉപയോഗിച്ച് തന്നെ ഒരിടത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ നീന്തി ചലിക്കുക എന്ന് വെച്ചാൽ അവർ നീന്തി ചലിക്കാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ട്യൂബ് ഉപയോഗിച്ച് ഈ ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങേക്ക് ട്യൂബ് ഉപയോഗിച്ച് ചെയ്യാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ട്യൂബ് ഊരിയിട്ട് ഈ ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ചു. കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ ആ ദൂരം ഈ ദൂരം ചെയ്യാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ ഞങ്ങൾക്ക് ജലയോഗ തുടങ്ങി. അത് വളരെ എഫക്റ്റീവായൊരു കാര്യമാണ്. 2018 ഉണ്ടായ ഫ്ലഡിൽ കുറേ പേര് മരിച്ചു പോയത് നീന്തൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. നീന്തൽ അറിഞ്ഞുകൂടാത്ത ഒരു കാരണമാണ്. പക്ഷേ വെള്ളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തതായിരുന്നു ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു വെള്ളം ഞങ്ങളെപ്പോലുള്ള കാഴ്ചയില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആരും എത്തിപ്പെടണമെന്നില്ല. ഞങ്ങൾ വിളിക്കുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ എത്ര നേരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഞങ്ങളിവിടെ പഠിപ്പിച്ചു. അതിൽ ശവാസനം, ഊർജ്ജധുരാസനം, ഡീപ്പിൽ വെച്ചിട്ടുള്ള താടാസനം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഇതിനോടൊപ്പം ഞങ്ങൾ സ്വിമ്മിങ്ങിനോടൊപ്പം തന്നെ സെൽഫ് ഡിഫൻസും പഠിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് ഡിഫൻസ് ഇപ്പം ഞങ്ങൾ കാഴ്ചയില്ലാതെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും എല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാഴ്ചയുള്ള സ്ത്രീകൾക്ക് തന്നെ ഈ സമൂഹത്തിൽ നേരിടുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാഴ്ചയില്ലാത്ത സ്ത്രീകളുടെ ബുദ്ധിമുട്ട് അതിനേക്കാൾ വളരെ വലുതാണ്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ വളരെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കാൻ ഇവർക്കാവുന്നുണ്ട് എന്നത് മുഖ്യ പരിശീലകനായ മോഹൻദാസിനെ പോലും ഞെട്ടിച്ചു. സ്വിമ്മിംഗ് പരിശീലനമുണ്ട്, പിന്നെ സെൽഫ് ഡിഫൻസ് പരിശീലനമുണ്ട്. അപ്പം സാധാരണയായിട്ട് ഞങ്ങൾ 2011 തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6000-ന്റെ പുറമെ ആളുകളെ സ്വിമ്മിംഗ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടിട്ട് നമ്മൾ കണ്ണ് കാണാത്ത ആൺകുട്ടികളെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ഏകദേശം 16ഓളം കുട്ടികളെ സ്വിമ്മിംഗ് പരിശീലിപ്പിച്ചു. അതിലൊരു കുട്ടി ജില്ലാ അക്വറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയിട്ട് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാഴ്ച പരിമിതികളുള്ള സ്ത്രീകൾക്കുള്ള പരിശീലനമാണ്. അവർക്ക് സ്വിമ്മിംഗ് പരിശീലനവും സെൽഫ് ഡിഫൻസും ആണ് ഉള്ളത്. സ്വിമ്മിങ്ങിൽ ഫ്രീ സ്റ്റൈലും പിന്നെ ജലയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എത്ര മണിക്കൂർ അല്ലെ എത്ര ദിവസം വേണമെങ്കിലും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശീലനമുണ്ട്. അപ്പം കണ്ണ് കാണാത്ത ആളുകളൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആ സാഹചര്യത്തിൽ ബൈ ചാൻസിന് വെള്ളത്തിൽ വീണു പോയി കഴിഞ്ഞാൽ ആരും സഹായിക്കാനില്ലെങ്കിലും അവർക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ വെള്ളത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വന്നാൽ പോലും അതിനുള്ള പരിശീലനം അവിടെ കൊടുക്കുന്നുണ്ട്. ദിവസവും 1 മണിക്കൂറാണ് പരിശീലനം. നീന്തലിൽ ഫ്രീ സ്റ്റൈലിലാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത്.
പ്രളയത്തെയോ മറ്റ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുണ്ടാകുന്ന ഏത് വെല്ലുവിളികളെയും സധൈര്യം നേരിടാൻ ഇവിടെ നിന്നും ലഭിച്ച പരിശീലനം കൊണ്ട് സാധിച്ചു എന്നാണ് 12 പേർക്കും പറയാനുള്ളത്. നമ്മളിപ്പോ ഡിസംബർ 23 ആരംഭിച്ച് ജാനുവരി 2 വരെ 10 ദിവസത്തെ ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ 12 പെൺകുട്ടികൾ, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള 12 പെൺകുട്ടികൾക്ക് സ്വിമ്മിംഗ് ആൻഡ് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ പല പേരൻസും പെൺകുട്ടികളെ ഒറ്റയ്ക്ക് പുറത്ത് വിടാന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പേടിയാണ്. പലർക്കും അതിന് സാധിക്കുന്നില്ല, കാരണം നമ്മുടെ സൊസൈറ്റി ഇന്ന് അങ്ങനെയാണ്. അപ്പോ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡബിൾ വൾണറബിലിറ്റി ആണ്. ആ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ ഏറെക്കുറെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫൻസും സ്വിമ്മിങ്ങും നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പെട്ടെന്ന് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാള്, ഇപ്പൊ നമുക്കറിയാം പ്രളയങ്ങളൊക്കെ ഇപ്പൊ പല ഭാഗങ്ങളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് വെള്ളത്തിൽ വീണ് അവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഹെൽപ്ലെസ് ആയി പോകും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് വളരെയധികം പ്രയോജനപ്പെടും. ഇത് കൂടാതെ നമുക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്ങും കൂടെ ആണ് ഉള്ളത്. അതും ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് സ്ത്രീകളെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാം, എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യാം, അത്തരത്തിലുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെൽഫ് ഡിഫൻസ് ടെക്നിക്സും പിന്നെ പ്ലസ് സ്വിമ്മിംഗ് ആണ് ഇവിടെ നമുക്ക് മോഹൻ സാറ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ പലരെയും ഒറ്റപ്പെടുത്തുമ്പോൾ എന്തിനേയും നേരിടാനുള്ള മനക്കരുത്തും കൈക്കരുത്തും നേടാനുള്ള ഈ ക്രമം സമൂഹത്തിന് മാതൃകയാവുകയാണ്.